വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അഖില മിസ് ആണ്. സോ യെസ്, നമ്മളെല്ലാവരും ഓണം എക്സാമിന്റെ ആ ഒരു തിരക്കിലേക്ക് കടന്നിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഇന്ന് മിസ് വന്നിട്ടുള്ളത് നമ്മുടെ EVS വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ് വിങ്ഡ് ബഡ്ഡീസ് അല്ലെ, ചിറകുള്ള കൂട്ടുകാർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ചാപ്റ്റർ വളരെ കുറഞ്ഞ സമയം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊന്ന് റിവൈസ് ചെയ്തെടുക്കാടാ. അതായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് ചെയ്യാം, ഒന്ന് ഓർത്തെടുത്തിട്ട് പഠിച്ചിട്ട് പോവാം അല്ലെ. അപ്പൊ നമുക്കറിയാം, നമ്മുടെ ചുറ്റും നമ്മൾ നിരീക്ഷിക്കുന്ന സമയത്ത് ഒരുപാട് അല്ലെ ഡിഫറെന്റ് ആയിട്ടുള്ള ബേർഡ്സിനെ, പക്ഷികളെ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവം ഉണ്ട്. ഇതിൽ ചില ആളുകൾക്കൊക്കെ എന്താണ്, നമ്മുടെ തൂവലുകൾക്കൊക്കെ ഒരേ നിറമാണ് അല്ലെ. പക്ഷെ അത് വളരെ കുറഞ്ഞ ആളുകളെ ഉള്ളൂ. നമ്മളെ നോക്കുന്ന സമയത്ത് നമ്മളെ കാക്കേനെയാണ് പ്രധാനമായിട്ടും നമ്മൾ അങ്ങനെ കണ്ടിട്ടുള്ളത് അല്ലെ. നിറയെ എന്താണ്, കറുത്ത തൂവലുകളാണുള്ളത്. അതേപോലെ നമുക്ക് വൈറ്റ് ഡവ് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് നേരിട്ട് കണ്ട് പരിചയമില്ലെങ്കിൽ പോലും ചിത്രങ്ങളിലൂടെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. നമ്മുടെ സ്വാൻ ആയിക്കോട്ടെ, വൈറ്റ് ടേൺ ആയിക്കോട്ടെ, ഇതൊക്കെ എന്താണ്, ശരീരത്തിൽ ഒരേ നിറത്തിലുള്ള തൂവലുകളുള്ള പക്ഷികളാണ് അല്ലെ. എന്നാൽ കൂടുതലായിട്ട് നമ്മൾ കാണുന്ന പക്ഷികളൊക്കെ എങ്ങനെയാണ്, ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സ് ആണ് അല്ലെ. പല നിറത്തിലുള്ള തൂവലുകളുള്ള പക്ഷികളാണ്. നമ്മുടെ പീക്കോക്ക് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. നമ്മുടെ ലവ് ബേർഡ്സ് അല്ലെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇവരെ മാത്രമല്ല, നമ്മൾ കാണുന്ന വുഡ് പെക്കർ ആയിക്കോട്ടെ അല്ലെ, ഈ പറയുന്ന നമ്മുടെ ഹമ്മിങ് ബേർഡ് ആയിക്കോട്ടെ, നോക്കിയാൽ നിങ്ങൾ എല്ലാത്തിന്റെ ശരീരത്തിലും എന്താണ്, ഒരുപാട് തരത്തിലുള്ള, ഒരുപാട് നിറത്തിലുള്ള തൂവലുകൾ അഥവാ ഫെദേഴ്സ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അല്ലെ. ഇതൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് എപ്പോഴാണ്, നമ്മൾ ഇവരെ കാര്യമായിട്ട് ഒബ്സർവ് ചെയ്യുന്ന സമയത്താണ്. അപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു നിരീക്ഷണ കുറിപ്പ്, ഒരു ഒബ്സർവേഷൻ നോട്ടൊക്കെ ഉണ്ട്. അപ്പൊ നമുക്കും എന്ത് ചെയ്യാൻ പറ്റും, നമുക്കും പക്ഷികളെ ഒബ്സർവ് ചെയ്തിട്ട് ഈ കാര്യങ്ങളൊക്കെ കണ്ടെത്താം. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, നമുക്ക് അറിയാമെങ്കിൽ അവരുടെ പേര് നമുക്ക് എഴുതാൻ വേണ്ടി സാധിക്കും. അവരുടെ എന്താണ്, നിറം എന്താണ് അല്ലെ, പക്ഷികളുടെ തൂവലുകളുടെ പ്രത്യേകത എന്തൊക്കെയാണ്, എവിടെ വെച്ചാണ് നിങ്ങൾ ആ പക്ഷിയെ കണ്ടിട്ടുള്ളത്, ഏകദേശം രാവിലെയാണോ, ഉച്ചയ്ക്കാണോ, രാത്രിയാണോ അല്ലെ. അവരുടെ ഈ പറയുന്ന ബീക്സ്, അവരുടെ ചുണ്ടുകൾക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ, അവരുടെ കാലിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ, അവരുടെ ടെയിൽ അല്ലെ, വാലിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ, അവരുടെ ഫുഡ് എങ്ങനെയുള്ളതാണ്, അവരുടെ എഗ്ഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അവരുടെ നെസ്റ്റ് അല്ലെ, അവരുടെ കൂട് എങ്ങനെയാണ്, ഈ വക കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. പ്രത്യേകിച്ച് പാരന്റ്സിന്റെ ഒക്കെ സഹായത്തോടു കൂടി നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന കാര്യങ്ങളാണ്. ഇനി ഇങ്ങനെയൊക്കെ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. ഇപ്പൊ പ്രധാനപ്പെട്ട കുറച്ച് ഫാക്ട്സ് അതിനു മുമ്പ് നമുക്ക് എന്ത് ചെയ്യണം, പഠിച്ചെടുക്കണം അല്ലെ. അപ്പൊ മക്കൾ പറഞ്ഞു നോക്കുക, നമ്മുടെ നാഷണൽ ബേർഡ്, നമ്മുടെ ദേശീയ പക്ഷി എന്ന് പറയുന്നത് ആരാണ്, നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്, പീക്കോക്ക് അഥവാ മയിലാണ് അല്ലെ. എന്നാൽ നമ്മുടെ കേരളത്തിന്റെ ഒഫീഷ്യൽ ബേർഡ്, സ്റ്റേറ്റ് ബേർഡ് അല്ലെ, സംസ്ഥാന പക്ഷി എന്ന് പറയുന്നത് ഗ്രേറ്റ് ഹോൺബിൽ അല്ലെ, ദ ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബിൽ, മലമുഴക്കി വേഴാമ്പലാണ്. ഇനി മക്കൾ ആലോചിച്ച് നോക്കി, ഏറ്റവും വലിയ പക്ഷി അല്ലെ, ബിഗ്ഗസ്റ്റ് ബേർഡ് എന്ന് പറയുന്നത് ആരെയാണ്, നമ്മുടെ ഓസ്ട്രിച്ച് അഥവാ ഒട്ടക പക്ഷിയാണ്. അതേസമയം സ്മോളസ്റ്റ് ബേർഡ്, ഏറ്റവും കുഞ്ഞു പക്ഷി അല്ലെ, എന്താണ്, വലുപ്പം ഏറ്റവും കുറഞ്ഞ പക്ഷി, ഏറ്റവും ചെറിയ പക്ഷി എന്നൊക്കെ പറയുന്നത് ബി ഹമ്മിങ് ബേർഡ്. ഹമ്മിങ് ബേർഡ് എന്ന് പറയുന്നതിനെക്കാട്ടും കുറച്ചുകൂടെ ബെറ്റർ ആണ് ബി ഹമ്മിങ് ബേർഡ് എന്ന് പറയുന്നത്. കാരണം ആ വിഭാഗത്തിൽ തന്നെ ഒരുപാട് ആളുകളുണ്ട് അല്ലെ, അതിൽ ഇവരാണ് ഏറ്റവും ചെറിയ പക്ഷി എന്ന് പറയുന്നത്. ഇനി നമ്മൾ ആലോചിക്കേണ്ടത് ബേർഡ്സ് ദാറ്റ് എന്താണ്, ഡു നോട്ട് ഫ്ലൈ അല്ലെ, പറക്കാത്ത പക്ഷികൾ ഉണ്ടോന്നാ. നമുക്കറിയാം, കുറെ പക്ഷികൾക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, പറക്കാൻ പറ്റില്ല. എക്സാമ്പിൾസ് എന്തൊക്കെയാണ്, ഓസ്ട്രിച്ച്, എമു, പെൻഗ്വിൻ, കിവി ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. മിസ് ഇതാ ഇവിടെ പിക്ചേഴ്സ് വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കിയിട്ട് ഒന്ന് എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. ഇവരുടെയൊക്കെ പ്രത്യേകത എന്താണ്, ഇപ്പൊ പെൻഗ്വിനൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ലടാ, പറക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല അല്ലെ. അടുത്തൊരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് നോക്കാം. ദ ബേർഡ് ദാറ്റ് ഫ്ലൈസ് ബാക്ക്വേർഡ്, പിറകോട്ട് പറക്കുന്ന പക്ഷി ഏതാണ്. എല്ലാ പക്ഷികളും നമ്മൾ പറയും അല്ലെ, പറന്ന് മുമ്പോട്ട് പോയി എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ ഈ പക്ഷി പറക്കുന്നതിൽ ഒരു പ്രത്യേകതയുണ്ട്. അതാ നോക്കിയോ, അതിന്റെ ചിറകുകളൊക്കെ കാണുമ്പോൾ മനസ്സിലാവും അല്ലെ. അപ്പൊ പിറകോട്ട് പറക്കുന്ന പക്ഷി എന്ന് വിളിക്കുന്നത് ആരെയാണ്, നമ്മുടെ ഹമ്മിങ് ബേർഡിനെയാണ്. ഇനി നമുക്കറിയാം അല്ലെ, എന്താണ്, കുറെ പക്ഷികളൊക്കെ വളരെ ഉയരത്തിൽ പറക്കാറില്ലേ. അതിൽ ഏറ്റവും ഉയരത്തിൽ പറക്കുന്നത്, ഹയസ്റ്റ് ഫ്ലൈയിങ് ബേർഡ് എന്നറിയപ്പെടുന്നത് ആരാണ്, അത് റുപ്പൽസ് ഗ്രിഫൺ വൾച്ചർ ആണ് അല്ലെ. റുപ്പൽസ് ഗ്രിഫൺ വൾച്ചർ എന്ന് പറയുന്ന പക്ഷിയാണ് ഏറ്റവും ഉയരത്തിൽ എന്ത് ചെയ്യുന്നത്, പറക്കുന്നത്. അപ്പൊ പിക്ചർ മിസ് വെച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർമ്മിച്ച് വെക്കുക. നമ്മുടെ ടെക്സ്റ്റിൽ ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ഉണ്ട്. സോ എക്സാമിന് ചിലപ്പോൾ ചോദിച്ചേക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു വെക്കണം. യെസ്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതാ ഒരു സ്പെഷ്യൽ ഓഫർ മിസ് ഇതാ ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട് അല്ലെ. എന്താ സംഭവം, നമ്മുടെ സൈലത്തിന്റെ ഓൺലൈൻ ട്യൂഷൻ ബാച്ച് ആണ് നമ്മുടെ
ബാച്ച് എന്ന് പറയുന്നത്. സോ ഇപ്പൊ നിങ്ങൾ പ്രാണ ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ മക്കളെ 10% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കും. FT10 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ മാത്രം മതി. അതുപോലെ തന്നെ ഒരു ടാബ്ലറ്റിന്റെ ഓഫർ കൂടെ ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഡിസ്കൗണ്ടിൽ എന്ത് ചെയ്യാണ്, ഒരു ടാബ് ലഭിക്കുവാണ് അല്ലേ, നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട്. സോ ഈ ഒരു അവസരം എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഈ ഒരു ഓഫറോട് കൂടി തന്നെ നമ്മുടെ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. നമുക്ക് തിരിച്ചു വരാം അല്ലേ. അപ്പൊ നമ്മുടെ പക്ഷികളെ നമ്മൾ നിരീക്ഷിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, എല്ലാവരും കഴിക്കുന്ന ആഹാരം എന്ന് പറയുന്നത് എന്തല്ല, ഒരേപോലെയല്ല അല്ലെ. പല രീതിയിലുള്ള ആഹാരങ്ങളാണ് പലരും കഴിക്കുന്നത്. ചിലർ ധാന്യങ്ങൾ കഴിക്കുമ്പം ചിലർ എന്താണ്, മീനുകളെയൊക്കെയാണ് കൊത്തി കഴിക്കുന്നത് അല്ലെ. ചെറിയ ചെറിയ ജീവികളെ കഴിക്കുന്ന പക്ഷികളും നമുക്ക് ചുറ്റുമുണ്ട്. നമുക്ക് ഇവരൊക്കെ അറിയാം. പരുന്തൊക്കെ നമ്മുടെ എന്താണ്, കോഴിക്കുഞ്ഞിനെ റാഞ്ചി കൊണ്ടുപോകാറില്ലേ. ഇതിനൊക്കെ ഇവരെ സഹായിക്കുന്നത് എന്താണ്, ഇവരുടെ കുറേ ശരീര പ്രത്യേകതകളുണ്ട് അല്ലെ. ഇവിടെ നിങ്ങൾ നോക്കിയതാ, ഓരോ ജീവിന്റെ ചുണ്ടും കാലും നമുക്ക് വേണമെങ്കിൽ ഈസി ആയിട്ട് യോജിപ്പിക്കാനായിട്ട് പറ്റും. ഈ ചുണ്ടും കാലും എന്ന് പറയുന്നത് ഇവരെ എന്തിനു സഹായിക്കുന്നുണ്ട്, ഇവരെ ആഹാരം തേടാനും ആഹാരം കഴിക്കാനും ഒക്കെ സഹായിക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊ നിങ്ങൾ നോക്കിയതാ, ഇവിടെ താറാവിൻ്റെതാണ്, ഇതാ നമുക്ക് താഴോട്ട് വരയ്ക്കാം അല്ലെ. അതുപോലെ ദാ അടുത്ത ആളെ ഞാൻ വരച്ചിട്ടുണ്ട്, പരുന്തിനെ ഞാൻ വരച്ചിട്ടുണ്ട് അല്ലെ. കൊക്കിനൊക്കെ നോക്കിക്കാൻ നിങ്ങൾ കൂർത്ത ചുണ്ടും അതേപോലെ തന്നെ നീണ്ടു കിടക്കുന്ന നല്ല നീളമുള്ള ചുണ്ടും നീണ്ടു കിടക്കുന്ന കാലുകളുമാണ് അല്ലെ. മരം കൊത്തിയാണെങ്കിൽ അതിന് മരത്തിൽ പിടിച്ചു നിൽക്കണം, അതനുസരിച്ചാണ് അതിന്റെ എന്ത് വരുന്നത്, കാലുകൾ വരുന്നത്. അപ്പൊ ഇവരൊക്കെ എന്താണ്, ഇവർക്ക് വേണ്ട സാധനങ്ങളിൽ അല്ലെ, നമ്മൾ അഡാപ്റ്റേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ട്, അതിനെ സഹായിക്കുന്ന രീതിയിലാണ് ഇവരുടെ ശരീരത്തിന്റെ ഘടനകളൊക്കെ ഉള്ളത്. ഇപ്പൊ മക്കൾ മനസ്സിലാക്കുക, നമ്മുടെ വെള്ളത്തിലൊക്കെ ആഹാരം തേടുന്ന ആളുകൾക്ക് അതിനനുസരിച്ച് പ്രത്യേകമായിട്ടുള്ള തൂവലുകളൊക്കെയാണ് അവർക്ക് ഉണ്ടായിരിക്കുക. അങ്ങനെ ഓരോ രീതിയിലും ഇവർക്ക് എന്താണ്, ഒരുപാട് പ്രത്യേകതകളുണ്ട് അല്ലെ ഈ പക്ഷികൾക്കും. ഇനി ഈ പക്ഷികളുടെ കൂടുകളുടെ കാര്യം നിങ്ങൾ നോക്കിയാലോ, കൂടുകളെ പറ്റി നമ്മൾ നോക്കുന്ന സമയത്ത് കൂടുകൾ പല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, വ്യത്യാസപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കിയേ, പ്ലേസിൽ വ്യത്യാസമുണ്ട്, അതുപോലെ തന്നെ ആ കൂടുണ്ടാക്കുന്ന മെറ്റീരിയൽസിൽ വ്യത്യാസമുണ്ട് എന്നൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ എന്തൊക്കെ നമുക്ക് പറയാൻ പറ്റും, അതിന്റെ ഷേപ്പിൽ അല്ലെ, കൂടിന്റെ ഷേപ്പ് ആകൃതി ഒരുപോലെയല്ല, ആണോ, അല്ല. അതിന്റെ സൈസ് അല്ലെ, അതിന്റെ വലുപ്പം ഒരുപോലെയല്ല. ഇനി അതുണ്ടാക്കുന്ന രീതി ഒരുപോലെയാണോ, ഒരിക്കലും അല്ല അല്ലെ. അപ്പൊ നെസ്റ്റിംഗ് മെത്തേഡ് അല്ലെങ്കിൽ കൂടുണ്ടാക്കുന്ന രീതി എന്തല്ല, ഒരുപോലെയല്ല. അപ്പൊ നമ്മളെ പക്ഷികളെ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരുപാട് രീതിയിൽ ഇവരിങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നെട്ട് മുന്നേ നമ്മൾ കണ്ടുല്ലേ, ശരീരപ്രകൃതികൾ ഫിസിക്കൽ ഫീച്ചേഴ്സിലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് എന്താണ്, ഓരോ പക്ഷിയും വ്യത്യാസപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് ഓരോരോ അഡാപ്റ്റേഷൻ ഉണ്ട്. മരം കൊത്തിയുടെ കൊക്കൊക്കെ എന്താണ്, അത് മരത്തിൽ കൊത്താൻ പറ്റണം അല്ലെ, അപ്പൊ ആ രീതിയിലാണ്. അതേപോലെ കൂടുകളിൽ വന്ന സമയത്തും എന്താണ്, പല പല വ്യത്യാസങ്ങളുണ്ട്. ഇനി മുട്ടയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാലും എല്ലാ പക്ഷികളുടെയും മുട്ട എന്തല്ല, ഒരുപോലെയല്ല. കോഴിയുടെ മുട്ട പോലെയല്ല കാടക്കോഴിയുടേത് അല്ലെ, അതുപോലെയല്ല താറാവിൻ്റെത്, അതുപോലെയല്ല കാക്കയുടേത്. അപ്പൊ എല്ലാത്തിന്റെയും, ഒട്ടക പക്ഷിയുടേതാണെങ്കിൽ ഇതിലൊക്കെ എന്താണ്, വലുതുമാണ്, വ്യത്യാസവും ഉണ്ട് അല്ലെ. അപ്പൊ എല്ലാ തരത്തിലും എന്താണ്, പക്ഷികൾ ഇങ്ങനെ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളോട് പറയാണ്, there is diversity in birds nest with respect to shape, size, construction materials, location, nesting method and the eggs. അപ്പൊ എന്തൊക്കെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്, കൂടുകളുടെ ആകൃതി, വലുപ്പം, നിർമ്മാണ വസ്തുക്കള്, കൂടുണ്ടാക്കുന്ന സ്ഥലം, കൂടുണ്ടാക്കുന്ന രീതി, മുട്ടകൾ, ഇതിലൊക്കെ എന്താണ്, ഇവര് വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അത്രയും കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ് മൈഗ്രേറ്ററി ബേർഡ്സ് അഥവാ ദേശാടന പക്ഷികൾ. നിങ്ങൾ നോക്കിയാൽ ഈ ചിത്രത്തിലുള്ള പല ആളുകളെയും നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ആളുകളല്ല, ചിലപ്പോൾ നമ്മൾ ഒട്ടും കാണാത്ത ആളുകളും ഇവിടെ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഇവരൊക്കെ ആരാന്നറിയോ, ഇവരൊക്കെയാണ് നമ്മൾ മൈഗ്രേറ്ററി ബേർഡ്സ് അഥവാ ദേശാടന പക്ഷികൾ എന്ന് വിളിക്കുന്നത്. നമ്മുടെ ഗ്രീൻ വാർബ്ലർ അല്ലെ, കടും പച്ചപ്പൊടി കുരുവിയുണ്ട് അല്ലെ. അതുപോലെ ഇതാ നമ്മുടെ നാഗമോഹനൊക്കെ പ്രത്യേകമായിട്ട് നിങ്ങൾ ഓർത്തു വെക്കണേ. ഇന്ത്യൻ പാരഡൈസ് ഫ്ലൈ ക്യാച്ചർ ഉണ്ട്, ഇന്ത്യൻ ഗോൾഡൻ ഓറിയോൾ അല്ലെ, മഞ്ഞക്കിളി ഉണ്ട് അല്ലെ, പെസിഫിക് ഗോൾഡൻ ഫ്ലവർ, നമ്മുടെ പൊന്മണൽ കോഴി, ഫോറസ്റ്റ് വാക്ടൈൽ അല്ലെ, കാട്ടുവാല് കുഴുക്കി. ഈ പക്ഷികളുടെ ഒക്കെ പ്രത്യേകത എന്താ അറിയോ, ഇവരൊക്കെ കൂട്ടത്തോടെ എന്ത് ചെയ്യുന്നറിയോ, ചില പ്രത്യേക സമയത്ത് അവരുടെ സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ പറന്നു പോകും. എന്തിനു വേണ്ടിയിട്ടാ, കാലാവസ്ഥ ശരിയല്ലെങ്കിൽ, അതുപോലെ അവരുടെ ഭക്ഷണം നന്നാവാൻ വേണ്ടിയിട്ട്, അവരുടെ പ്രജനന സമയത്ത് വേണ്ടിയിട്ട് അല്ലെ. ഈ മൂന്നാണ് പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഇവർ എന്ത് ചെയ്യും, ആ വെതർ കണ്ടീഷനൊക്കെ മോശമാവുന്ന സമയത്ത് ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്ക് കൂട്ടത്തോടെ പോവും. എന്നിട്ട് ഓക്കെ ആയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ തിരിച്ചു വരികയും ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള പക്ഷികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ദേശാടന പക്ഷികൾ അഥവാ എന്താണ്, മൈഗ്രേറ്ററി ബേർഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ബേർഡ്സുകൾ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് അല്ലെ. നിങ്ങൾ ആലോചിച്ച് നോക്കി എന്തൊക്കെ ഉപയോഗങ്ങളുണ്ട്. ഏറ്റവും കുറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാക്ക പോലെയുള്ള പക്ഷികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ പരിസരം വൃത്തിയാക്കുന്നില്ലേ. ഇരപിടിയന്മാരായിട്ടുള്ള മൂങ്ങേനെയും പരുന്തിനെയൊക്കെ നമുക്ക് അറിഞ്ഞൂടെ. അതേപോലെ തന്നെ പെസ്റ്റ് കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് മിസ് ഇവിടെ മാർക്ക് ചെയ്യും. ദേ ഹെൽപ്സ് പ്ലാന്റ്സ് ഇൻ സീഡ് ഡിസ്പേഴ്സൽ. എന്താ സീഡ് ഡിസ്പേഴ്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിത്ത്
വിത്ത് വിതരണം ചെയ്യാൻ. അപ്പോൾ ഒരു പ്ലാന്റിന്റെ ഒരു ഫ്രൂട്ടൊക്കെ ഇവർ കഴിക്കുന്ന സമയത്ത് അതിന്റെ വിത്ത് ഇവർ പല സ്ഥലത്തും കൊണ്ടുപോയി ഇടുന്നുണ്ട്. അങ്ങനെയാണ് എല്ലായിടത്തും പലതരത്തിലുള്ള ചെടികൾ എന്ത് ചെയ്യുന്നത്, വളരുന്നത്. സോ സീഡ് ഡിസ്പേഴ്സലിന്, വിത്ത് വിതരണത്തിന് ഇവർ സഹായിക്കുന്നുണ്ട്. ആൻഡ് ഓവറോൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഇക്കോസിസ്റ്റം അല്ലെ, നമ്മുടെ ഈ പറയുന്ന നാച്ചുറൽ പ്രകൃതിയുടെ ആ ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത്, സന്തുലനാവസ്ഥ നിലനിർത്തുന്നതൊക്കെ ആരും കൂടെ ചേർന്നിട്ടാണ്, നമ്മുടെ ബേർഡ്സ്, നമ്മുടെ പക്ഷികൾ കൂടെ ചേർന്നിട്ട്. അതിൽ ഏതെങ്കിലും ഒരാളുടെ കുറവ് മതി നമുക്ക് മൊത്തത്തിൽ പ്രശ്നം ഉണ്ടാവാനായിട്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്തു വയ്ക്കുക. യെസ്, അവിടെയാണ് നമ്മുടെ റെഡ് ഡാറ്റ ബുക്ക് വരുന്നത് അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് കേരളത്തിന്റെ ബേർഡാണ് മലമുഴക്കി വേഴാമ്പൽ എന്ന് പറയുന്നത്, ഗ്രേറ്റ് ഹോൺബിൽ. അപ്പൊ ഇതെന്താണ്, എക്സ്റ്റിങ്ഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുക എന്നാ പറയുന്നത്. അത് വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വംശനാശ ഭീഷണിയൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ പറ്റി പറയുന്ന ഒരു റെക്കോർഡ് ഉണ്ട്. അതിനെയാണ് നമ്മൾ റെഡ് ഡാറ്റ ബുക്ക് എന്ന് പറയുന്നത്. മക്കൾ ഓർത്ത് വെച്ചേക്കണേ. ഇനി നമ്മൾ പറഞ്ഞല്ലേ പക്ഷി നിരീക്ഷണത്തിനെ പറ്റിയൊക്കെ. അപ്പൊ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഒരു പക്ഷി ശാസ്ത്രജ്ഞനാണ് ഇതാ ഇവിടെ നമ്മൾ കാണുന്നുണ്ട് അല്ലെ. ഇന്ത്യയുടെ ബേർഡ് മാൻ എന്നറിയപ്പെടുന്ന ആളാണ്, ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്ന ആളാണ് ഡോക്ടർ സലീം അലി എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു പക്ഷി സങ്കേതം ഉണ്ട് നമ്മുടെ നാട്ടിൽ. അതാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം, തട്ടേക്കാട് ബേർഡ് സാങ്ച്വറി. ഇനി ഒരു പ്രത്യേകത കൂടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തു വെക്കണം. യെസ്, നമ്മുടെ ദേശീയ പക്ഷി നിരീക്ഷണ ദിനം, നാഷണൽ ബേർഡ് വാച്ചിങ് ഡേ എന്നറിയപ്പെടുന്നത് എന്നാണ്, അത് നവംബർ 12-നാണ്. അതിന്റെ പ്രത്യേകത അന്ന് എന്താണ്, നമ്മുടെ ഡോക്ടർ സലീം അലിയുടെ ബർത്ത്ഡേ ആണ് അല്ലെ. അപ്പൊ ഈ 3 പോയിന്റ്സ് കൃത്യമായിട്ട് ഓർത്തു വെക്കുക. ഇതേപോലെ നിങ്ങളുടെ ഓർമ്മയിലേക്ക് വെക്കേണ്ട 2 ആളുകളെ കൂടെ ഇതാ ഇവിടെ കാണിക്കുന്നുണ്ട്. ഒന്ന് നമ്മുടെ KK നീലകണ്ഠനാണ്, ഇന്ദുചൂടൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ആൻഡ് ഡോക്ടർ R സുഗതൻ. ഇവരെ 2 പേരെയും ഓർത്തു വെക്കുക. അപ്പൊ പക്ഷികളുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെ, പക്ഷികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ശാസ്ത്രശാഖ, പക്ഷിശാസ്ത്രത്തിനൊക്കെ നമുക്കൊരു പേരുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഓർണിത്തോളജി എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ മലയാളത്തിലാണെങ്കിലും പക്ഷിശാസ്ത്രം എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ അതിന് സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറയുന്ന പേര് ഓർത്ത് വയ്ക്കുക, ഓർണിത്തോളജി അല്ലെ. ഇപ്പൊ ഇവരൊക്കെ ആരാണ്, ഓർണിത്തോളജിസ്റ്റ് ആണ്, അഥവാ പക്ഷിശാസ്ത്രജ്ഞരാണ് എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. ഇനി നമുക്കൊരു പസിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ പസിലിലൂടെ ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യായിരുന്നു, കുറേ കാര്യങ്ങൾ അല്ലെ, കുറേ പോയിന്റ്സ് നമ്മൾ പഠിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, ദ ഓൺലി ബേർഡ് സാങ്ച്വറി ഇൻ കേരള ലൊക്കേറ്റഡ് ഇൻ മാംഗ്രോവ് ഫോറസ്റ്റ് അല്ലെ. എന്താണ് മാംഗ്രോവ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ കണ്ടൽ വനമാണ്, കണ്ടൽക്കാട്. മിസ് ഇവിടെ എഴുതാം, കണ്ടൽക്കാട് അല്ലെ, കണ്ടൽ വനം. അപ്പൊ കണ്ടൽ വനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പക്ഷി സങ്കേതം ഏതാണെന്നാ ചോദിച്ചത്. അതിന്റെ ഉത്തരം ഏതാണ്, മംഗളവനമാണ് അല്ലെ. ഇപ്പൊ മലയാളത്തിലും ഇംഗ്ലീഷിലും ക്വസ്റ്റ്യന്റെ നമ്പറിൽ വ്യത്യാസം ഉള്ളത് കൊണ്ടാണ് മിസ് ഇവിടെ ഇംഗ്ലീഷ് മാത്രം കാണിച്ചത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മലയാളം കൂടെ ഒന്ന് യെസ് കറക്റ്റ് ആയിട്ട് എഴുതാം. അപ്പൊ അടുത്ത എന്താണ്, ഡോക്ടർ സലീം അലി ബേർഡ് സാങ്ച്വറി എന്നറിയപ്പെടുന്നത് ഏതാണ്, നമുക്കറിയാം, നമ്മൾ ഇപ്പൊ പഠിച്ചേ ഉള്ളൂ അല്ലെ, തട്ടേക്കാടായിരുന്നു അത്. അടുത്തത് ഓൺലി പീകോക്ക് സാങ്ച്വറി ഇൻ കേരള, കേരളത്തിലെ ഒരേ ഒരു മയിൽ സംരക്ഷണ കേന്ദ്രം എന്ന് പറയുന്നത് ഏതാണ്, അത് ചൂലന്നൂരാണ്. അത് നമുക്ക് മാർക്ക് ചെയ്യാം. ആൻഡ് നെക്സ്റ്റ് ബേർഡ് സാങ്ച്വറി ഇൻ കോഴിക്കോട് ഡിസ്ട്രിക്ട് വേർ മൈഗ്രേറ്ററി ബേർഡ്സ് ആർ മോസ്റ്റ്ലി സീൻ. അപ്പൊ ദേശാടന പക്ഷികൾ ധാരാളം വരുന്ന കോഴിക്കോട് ജില്ലയിലുള്ള പക്ഷി സങ്കേതം കടലുണ്ടിയാണ്. ദ ബേർഡ് സാങ്ച്വറി ഇൻ കോട്ടയം ഡിസ്ട്രിക്ട്, കോട്ടയം ഡിസ്ട്രിക്റ്റിലുള്ള ഒരു പക്ഷി സങ്കേതത്തിന്റെ പേരാണ്, അതെന്താണ്, കുമരകമാണ് അല്ലെ. അപ്പൊ ഇനി മലയാളത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ചോദ്യം ഒരേ ചോദ്യമാണ്, പക്ഷെ നമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ആദ്യം ചോദിച്ചത് കോട്ടയം ജില്ലയിലുള്ള ഒരു പക്ഷി സങ്കേതമാണ്. അപ്പൊ നമുക്ക് ഒന്നുകൂടെ റിവൈൻഡ് ചെയ്യാനുള്ള ഒരു അവസരമാണ്. ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിലും പ്രശ്നമില്ല അല്ലെ. ഓർത്ത് നോക്കിക്കേ, കോട്ടയം ഡിസ്ട്രിക്റ്റിലുള്ളത് ഏതാണ്, കുമരകമാണ് അല്ലെ. നമുക്ക് അങ്ങനെ മാർക്ക് ചെയ്യാം. ഇനി ഒരു മയിൽ സംരക്ഷണ കേന്ദ്രമാണ് രണ്ടാമത്തത്, അത് ഏതാണ്, നമ്മൾ പഠിച്ചില്ലേ, ചൂളന്നൂരാണ് അല്ലെ. ചൂളന്നൂര് നമുക്ക് മാർക്ക് ചെയ്യാം. ഡോക്ടർ സലീം അലി പക്ഷി സങ്കേതം എന്നറിയപ്പെടുന്നത് ഏതാണ്, അത് തട്ടേക്കാടാണ് അല്ലെ. തട്ടേക്കാട് നമുക്ക് ഇതാ ഇവിടെ എഴുതാം. അടുത്തത് കണ്ടൽ വനങ്ങളിൽ സ്ഥിതി ചെയ്യുന്നതാണ്. നാലാമത്തത് നമ്മുടെ എന്താണ്, മംഗളവനമാണ്, നമ്മൾ നേരത്തെ കണ്ടായിരുന്നു അല്ലെ. അടുത്തത് എന്താണ്, ലാസ്റ്റ് വൺ, ദേശാടന പക്ഷികളെ കാണുന്നത് കടലുണ്ടിയിലാണ്. അതും നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് ഈ പേരുകളൊക്കെ ഓർത്തു വെക്കുക. കാരണം ബേർഡ് സാങ്ച്വറീസ്, പക്ഷി സങ്കേതങ്ങളെ പറ്റി ഈ ഒരു പസിലിലൂടെയായിരുന്നു നമുക്ക് പറയാനുണ്ടായിരുന്നത്. അപ്പൊ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് സിമ്പിൾ ആണ്, വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, പക്ഷെ എല്ലാം എന്താണ്, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതുകൊണ്ട് തന്നെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ കൃത്യമായിട്ട് മക്കൾ ഈ കാര്യങ്ങളൊക്കെ ഓർത്തു വയ്ക്കുക, അടിപൊളിയായിട്ടിരിക്കുക. നമ്മുടെ ലൈവ് ക്ലാസ്സുകളൊന്നും മിസ് ചെയ്യാതെ നിങ്ങൾ കാണുക. കൃത്യമായിട്ട് കൃത്യസമയത്ത് എല്ലാ ദിവസവും നമ്മുടെ ലൈവിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. എല്ലാ ദിവസവും നമുക്ക് പഠിക്കാടാ, നമ്മുടെ ഓണം എക്സാം അടിപൊളിയായിട്ട് എഴുതാം. സോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ.